തൊടുമ്പോൾ തന്നെ ദാ ഇതുപോലെ ഇളകുന്ന കിണ്ണത്തപ്പം, അതും തിരുവനന്തപുരം രുചിയിൽ. നമുക്കൊന്ന് ഉണ്ടാക്കിയാലോ? അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാമേ. 1 കപ്പ് പച്ചരി 5 മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. നല്ല കിണ്ണത്തപ്പത്തിന് നല്ല ക്വാളിറ്റിയുള്ള പച്ചരി തന്നെ വേണം കേട്ടോ. എന്നിട്ട് അത് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് വെള്ളം ഊറ്റി മാറ്റാനായിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന് വേണ്ടത് 1 തേങ്ങാപ്പാലും 2 തേങ്ങാപ്പാലുമാണ്. ഒരു വലിയ അരമുറി തേങ്ങയുടെ പാലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിൻ്റെ 2 പാല് എനിക്കൊരു 1.25 കപ്പോളം വേണ്ടി വന്നു. 1 തേങ്ങാപ്പാൽ 1 കപ്പോളം വേണ്ടി വന്നു. ഇത് കട്ടിയൊന്നും പാടില്ല. ദോശമാവിനെക്കാട്ടിയും കുറച്ചും കൂടി ലൂസായ പരുവത്തിൽ വേണം അരച്ചെടുക്കാനായിട്ട്. ആദ്യം ഇത് പച്ചരി മിക്സിയുടെ ജാറിനകത്തിട്ട് കുറച്ച് 2 തേങ്ങാപ്പാൽ ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കണം. ഇത് അരച്ചിട്ട് വരാം. നല്ല നൈസായിട്ട് തന്നെ അരച്ചെടുക്കണം. അരി നന്നായിട്ട് അരഞ്ഞിരിക്കണം. അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 മുട്ടയാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. ഇതാ 2 മുട്ടയും കൂടി ചേർത്ത് കൊടുക്കുവാണേ. മുട്ടയും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തതായിട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് ജീരകമാണ് കേട്ടോ. വളരെ കുറച്ച് ജീരകമാണ്, ഒരു 2 നുള്ളു ജീരകം. താല്പര്യമുള്ളവർക്ക് ഇട്ടാൽ മതി, ഇടണമെന്നൊന്നുമില്ല. പിന്നെ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമായിട്ട് ഇട്ടതാണ്. പിന്നെ അതിലേക്ക് ഏലക്ക പൊടിയും ഇട്ട് കൊടുത്ത് പിന്നെ ഒരു അരക്കപ്പോളം പഞ്ചസാരയും. പഞ്ചസാര ഇത് ചേർത്ത് കൊടുത്ത് അരയ്ക്കണമെന്നൊന്നുമില്ല. മാവ് റെഡിയാക്കിയതിന് ശേഷം അതിലിട്ട് കൊടുത്താൽ മതി. ഞാൻ പിന്നെ അതിൽ കൂടെ അരയട്ടെന്ന് വിചാരിച്ച് ഇട്ട് കൊടുത്തതേ ഉള്ളേ. പിന്നെ 1 കപ്പ് പഞ്ചസാര എൻ്റെ കണക്കാണ്. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് കുട്ടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. ഇനി നമുക്ക് ഈ ബാറ്റർ ഒന്ന് അരിച്ചെടുക്കാമേ. അരിച്ചെടുക്കുമ്പോൾ അരിയുടെ തരി വല്ലതും ഉണ്ടെങ്കിൽ അത് അരിപ്പി കൂടെ വരും. പിന്നെ ഞാൻ ഇട്ട് കൊടുത്ത ജീരകം നന്നായിട്ട് അരഞ്ഞൊന്നും കിട്ടില്ല കേട്ടോ. അരിച്ചെടുക്കുമ്പോൾ ഈ അരിപ്പി കൂടെ ഇങ്ങ് വരും. എന്നാലും ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ട് കൊടുത്തതേ ഉള്ളൂ. ഇത് അരിച്ചെടുത്ത് തരികളൊന്നും ഇല്ലായിരുന്നു കേട്ടോ, നന്നായിട്ട് അരഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ബാറ്റർ കുറച്ചുകൂടെ ലൂസാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് 1 തേങ്ങാപ്പാലും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുവാണേ. 1 കപ്പ് 1 തേങ്ങാപ്പാലും കൂടി ഒഴിച്ചു കൊടുത്ത് മാവ് ഇതാ ലൂസായിട്ട് വേണം ഇരിക്കാനായിട്ട്. ലൂസായിട്ടെന്ന് പറഞ്ഞാൽ അത് ഒരുപാട് കട്ടിയും പാടില്ല, എന്നാൽ ഒരുപാട് വെള്ളവും ആയി പോവരുത്. ദോശമാവിനെക്കാട്ടിയും കുറച്ചും കൂടി കട്ടി കുറവായിരിക്കണം. എന്താ ഈ ഒരു പരുവം. 2 തേങ്ങാപ്പാൽ ഏകദേശം 2 കപ്പോളം ഉപയോഗിക്കുന്നവരുണ്ട് കേട്ടോ. അത് അരിയുടെ രീതിക്കനുസരിച്ചിരിക്കും. അരി അരച്ചെടുക്കുമ്പോൾ നമുക്ക് കട്ടിയെന്ന് തോന്നണ ആ ഒരു ഇതിനനുസരിച്ച് ഒഴിച്ചു കൊടുത്താൽ മതിയേ പാല്. അപ്പോൾ അത് അരച്ച് വരുമ്പോഴേ അതിൻ്റെ കറക്റ്റ് അളവ് മനസ്സിലാവുള്ളൂ. ഒരുപാട് കട്ടിയും ആവാൻ പാടില്ല, ഒരുപാട് ലൂസും ആവാൻ പാടില്ല. ആ ഒരു രീതിക്കാണ്. ഇനി ഒരു പ്ലേറ്റിനകത്ത് കുറച്ച് നെയ്യ് പുരട്ടി അതിനകത്ത് ഞാൻ അരച്ച് വെച്ച ബാറ്റർ ഒഴിച്ചു കൊടുക്കുവാണേ. അപ്പത്തിന് കുറച്ച് കട്ടി വേണമെന്നുണ്ടെങ്കിൽ ഈ പാത്രത്തിൻ്റെ 3/4 ഭാഗം വരെ ബാറ്റർ ഒഴിച്ചു കൊടുക്കാമേ. പിന്നെ കട്ടി കുറവാണ് വേണ്ടതെങ്കിൽ 1/2 ഭാഗം വരെ ഒഴിച്ചു കൊടുത്താൽ മതിയേ. ഞാൻ 3/4 ഭാഗം വരെ ഒഴിച്ചു കൊടുക്കുവാണേ. ബാറ്റർ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആ പാത്രം ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കണേ. എയർ ബബിൾസൊക്കെ ഉണ്ട്, അതൊന്ന് പോകാനായിട്ടാണ്. ഇതൊന്ന് ഇതുപോലെ തട്ടി കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കറുത്ത എള്ളാണ് കേട്ടോ ഇട്ട് കൊടുക്കാൻ പോണത്. കറുത്ത എള്ള് ഇതാ ഇതുപോലെ ഇട്ട് കൊടുക്കുവാണേ. ഇട്ട് കൊടുക്കണമെന്നൊന്നും നിർബന്ധമില്ല, താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതിയേ. പിന്നെ ജീരകം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇത് നമുക്കൊന്ന് ആവിയേറ്റാനായിട്ട് വെക്കാമേ. ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ച് തിളപ്പിച്ചതിന് ശേഷം ഈ ബാറ്റർ ആവിയേറ്റാനായിട്ട് വെക്കുവാണ്. എന്നിട്ട് ഒരു 30 മിനിറ്റ് എടുത്ത് കേട്ടോ ഇത് എനിക്കൊന്ന് വെന്ത് കിട്ടാനായിട്ട്. 30 മിനിറ്റ് ആവിയേറ്റാം. വെള്ളം തിളച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് ആവിയേറ്റാനായിട്ട്. തീ ലോ ഫ്ലെയിമിലും വയ്ക്കാൻ പാടില്ല, ഹൈ ഫ്ലെയിമിലും വയ്ക്കാൻ പാടില്ല. മീഡിയം ഫ്ലെയിമിൽ മാത്രമേ വയ്ക്കാവേ. ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഈർക്കിലോ എന്തെങ്കിലും വെച്ചൊന്ന് കുത്തി നോക്കണം. വെന്തിട്ടില്ലെങ്കിൽ മാത്രമേ 10 മിനിറ്റും കൂടെ വെക്കാവേ. എനിക്ക് 20 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ വേവാത്തതുകൊണ്ട് ഞാൻ ഒരു 10 മിനിറ്റും കൂടെ വച്ചിട്ടുണ്ട്. ഫുൾ 30 മിനിറ്റാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ഇതിൻ്റെ ചൂടൊക്കെ ആറിയതിന് ശേഷം മാത്രമേ കട്ട് ചെയ്തെടുക്കാവൂ കേട്ടോ. അപ്പോൾ മിച്ചം ഉണ്ടായിരുന്ന മാവിൽ ഞാൻ ഒരു ചെറിയ അപ്പം കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അതിൽ ഞാൻ എള്ളൊന്നും ഇട്ടിട്ടില്ലേ, മോക്ക് അതിൻ്റെ ഒന്നും ഇഷ്ടമില്ലാത്തതുകൊണ്ട് എള്ളിട്ടിട്ടില്ല. ഇത് ഒട്ടിപ്പിടിക്കാതെ നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. തൊടുമ്പോൾ തന്നെ ഇത് നന്നായിട്ട് ഇതുപോലെ തുളുമ്പണേണ്ട, അതാണ് ഇതിൻ്റെ പരുവം കേട്ടോ. ഇത് വേണമെങ്കിൽ കുറച്ചും കൂടി കട്ടി കുറച്ചും ഉണ്ടാക്കാം കേട്ടോ. ഞാൻ പിന്നെ എനിക്ക് ഇത്രയും ഇത് വേണമെന്നുള്ളതുകൊണ്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. ഇതാ മിച്ചം വന്ന മാവിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ. സോഫ്റ്റായിട്ട് ഞാൻ കുറച്ച് കട്ടിയൊക്കെ കുറച്ച് ഉണ്ടാക്കി. മോക്ക് ഇങ്ങനെ ഉണ്ടാക്കണേന് കേട്ടോ ഇഷ്ടം. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാമേ. ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കുക, കമൻറ്റ് ചെയ്യുക. ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണേ.
ഇതുവരെ കിണ്ണത്തപ്പം ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. എൻ്റെ മോൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ള കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടമാവും കേട്ടോ. കാരണം എൻ്റെ മോൾ ആഹാരം കഴിക്കാൻ ഭയങ്കരമായിട്ട് മടിയുള്ള ഒരു കുട്ടിയാണ്. എത്ര ആഹാരം കൊടുത്താലും കഴിക്കാൻ ഭയങ്കര മടിയാണ്, കഴിക്കൂല, വേണ്ടാന്നൊക്കെയാണ് പറയുന്നത്. അപ്പോഴവൾക്ക് ഇതുണ്ടാക്കി കൊടുക്കുമ്പോൾ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. കണ്ട കിണ്ണത്തപ്പം കൈ എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ തുളുമ്പി കിട്ടണേണ്ട. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണേ. നേരത്തെ നമ്മൾ കനം കുറച്ചൊരു അപ്പം ഉണ്ടാക്കിയില്ലേ, അതാണ് കേട്ടോ. അതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതും കൂടെ കട്ട് ചെയ്തെടുക്കാമേ. കണ്ടോ, കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇങ്ങനെ വിട്ട് വരണണ്ട. അപ്പോഴും അത്രയ്ക്ക് സോഫ്റ്റാണ് കേട്ടോ. കിണ്ണത്തപ്പത്തിൻ്റെ പ്രത്യേകത തന്നെ ഇത് അരച്ച ഉടനെ അപ്പം ഉണ്ടാക്കാം. അതുപോലെ ഈസ്റ്റ് സോഡാപ്പൊടി ഒന്നും ചേർക്കണ്ട, അതൊക്കെയാണ് കേട്ടോ. പകരം മുട്ട ചേർത്ത് കൊടുത്താൽ മതി. അതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ അല്ലേ. അപ്പം കട്ട് ചെയ്തെടുത്തപ്പോൾ തന്നെ കണ്ട തുളുമ്പണണ്ട. ഇതാണ് തിരുവനന്തപുരം സ്പെഷ്യൽ കിണ്ണത്തപ്പം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും എൻ്റെ നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.